കാൻഡിൽ സീസോ എക്സ്പെരിമെന്റ്. ഈ എക്സ്പെരിമെന്റ് കാണുമ്പോൾ നമുക്ക് വളരെ രസകരമായിട്ട് തോന്നുന്നുണ്ടല്ലേ? അപ്പൊ എങ്ങനെയാ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പ്ലേറ്റ് എടുക്കുക. ആ ഒരു പ്ലേറ്റ് എടുത്ത് നമ്മളൊരു ടേബിളിന്റെ പുറത്തോ എവിടെയാണ് ഇത് എക്സ്പെരിമെന്റ് ചെയ്യേണ്ടത് അവിടെ എടുത്ത് വെക്കുക. അതിനുശേഷം 2 ഗ്ലാസ് എടുത്ത് നമ്മൾ കമഴ്ത്തി വെക്കുന്നു. വേറൊന്നുമല്ല, ഈ 2 ഗ്ലാസ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് പോലെ വർക്ക് ചെയ്യാണ്. ഈ 2 ഗ്ലാസിന്റെ ഇടയിലാണ് ഈ ഒരു കാൻഡില് സീസോ രീതിയിൽ മൂവ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു കാൻഡിൽ എടുത്ത് അതിന്റെ 2 എൻഡും നമ്മൾ എന്ത് ചെയ്യുക, കത്തിക്കാൻ പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതായത് 2 എൻഡ് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം, 2 എൻഡും കത്തിക്കാൻ പറ്റുന്ന രീതിയിൽ. അതിനുശേഷം ഈ 2 ഗ്ലാസിന്റെ ഇടയിൽ ഇക്വിലിബ്രിയമായിട്ട് നമ്മൾ വെക്കണം. അതിനായിട്ട് ഈ ഒരു കാൻഡിലിന്റെ നടുക്ക് കൂടി കറക്റ്റ് സെന്റർ ഓഫ് ബോഡി, അതായത് കറക്റ്റ് അതിന്റെ നടുക്ക് കൂടി എന്ത് ചെയ്യണം, ഒരു സൂചി കണക്ട് ചെയ്യണം. അപ്പൊ സൂചി കണക്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നമ്മൾ സൂചി എടുത്ത് വെക്കുകയാണെങ്കിൽ ആ കാൻഡിൽ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് ആ സൂചി വെക്കണം. സൂചി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 2 ഗ്ലാസിനിടയിൽ കറക്റ്റ് ഇക്വിലിബ്രിയമായിട്ട് സൂചി വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ 2 ഗ്ലാസിനിടയിൽ കറക്റ്റ് ഇക്വിലിബ്രിയമായിട്ട് അത് മാനേജ് ചെയ്യണം, വെക്കണം, ഇക്വിലിബ്രിയമായിട്ട് വെക്കണം. അതിനുശേഷം 2 എൻഡും പെട്ടെന്ന് തന്നെ കത്തിച്ചു കൊടുക്കണം. ഒരു എൻഡ് സ്ലോ ആയിട്ട് കത്തിക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ കത്തിച്ചു കൊടുക്കണം. അപ്പോഴത്തേക്ക് കത്തിച്ച എൻഡ് മുതൽ അത് മൂവ് ചെയ്യാൻ തുടങ്ങും. കണ്ടോ, ഒരു സീസോയുടെ രീതിയിൽ എന്ത് ഭംഗിയായിട്ടാണ് അത് മൂവ് ചെയ്യുന്നത് അല്ലെ? നമുക്കൊക്കെ ഒരു അതിശയം തോന്നും, അയ്യോ ഇതെങ്ങനെയാ ഇക്വിലിബ്രിയമായിട്ട് നിന്ന ആ ഒരു മെഴുകുതിരി എങ്ങനെയാ ഈ ഒരു മോഷൻ അവിടെ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് അതിശയമായിട്ട് തോന്നും. അപ്പൊ ഇതിന്റെ തിയറി വേറൊന്നുമല്ല, ഈ ഒരു കാൻഡിലിന്റെ ഒരു എൻഡും കത്തിക്കുമ്പോൾ ആ കാൻഡിലിലെ വാക്സ് അവിടെ മെൽറ്റായി ആ ഒരു ഭാഗത്തെ വെയിറ്റ്, ഇക്വിലിബ്രിയമായിട്ടല്ലേ ഇരിക്കുന്നത്, വെയിറ്റ് കുറയുകയും, അപ്പൊ വെയിറ്റ് കുറഞ്ഞ ഭാഗം മുകളിലോട്ട് പോയി മറ്റേ എൻഡ് താഴോട്ട് വരും. അറ്റേ ടൈമിൽ നമ്മൾ അപ്പുറത്തെ ഭാഗവും കത്തിച്ചു കൊടുക്കുന്നുണ്ടല്ലേ? അപ്പോ ആ ഭാഗത്ത് മെൽറ്റ് ചെയ്യുകയും, അതായത് വെയിറ്റ് കൂടിയ ഭാഗം, താഴ്ന്നിരിക്കുന്ന ഭാഗം മെൽറ്റ് ചെയ്യുകയും അവിടുത്തെ വാക്സ് റിമൂവായി മെൽറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ആ ഭാഗത്തെ വെയിറ്റ് മുകളിലത്തെ ഭാഗത്തിനെയും കാട്ടി വെയിറ്റ് കുറയുകയും അത് മുകളിലോട്ട് പോവുകയും ചെയ്യും. അറ്റ് എ ടൈം ഇത് 2 പ്രോസസ്സും ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് വെയിറ്റ് കുറയുന്നു, അപ്പൊ അത് മുകളിലോട്ട് പോകുന്നു. അപ്പൊ താഴത്തെ ഭാഗം താന്നിരിക്കുമ്പോൾ അവിടുത്തെ വാക്സ് ഒഴുകുന്നു, അത് മുകളിലോട്ട് പോകുന്നു. അങ്ങനെ അറ്റ് എ ടൈം ഇത് 2ഉം അവിടെ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു മൂവ്മെന്റ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മൂവ്മെന്റ് ആണ് കാൻഡിൽ സീസോ എക്സ്പെരിമെന്റ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സ്പെരിമെന്റ് ആണ്. പഠനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.